കൈവെട്ട് കേസ് പ്രതി സവാദിന്റെ ഭാര്യയെയും സഹായം നൽകിയവരെയും ചോദ്യം ചെയ്യാൻ NIA. കണ്ണൂർ ജില്ലയിൽ മാത്രം സവാദ് 8 വർഷം ഒളിവിൽ കഴിഞ്ഞു എന്നാണ് കണ്ടെത്തൽ. വളപട്ടണം, ഇരിട്ടി, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ STPIയുടെ സഹായത്തോടെ വാടക വീടുകൾ തരപ്പെടുത്തുകയും ചെയ്തു. തുടർച്ചയായി സിം കാർഡുകൾ മാറ്റിയ സവാദ് അതിഥിത്തൊഴിലാളികളുടെ ഫോൺ ഉപയോഗിച്ചും ആശയവിനിമയം നടത്തിയെന്നാണ് NIAയുടെ കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുകയാണ്. സജോ, ഈ കഴിഞ്ഞ ദിവസം ഈ സവാദിന്റെ ഭാര്യാപിതാവ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ NIA അത് വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതേപോലെ തന്നെ SDPIയുടെ ഒരു പരോക്ഷമായിട്ടോ അപ്രത്യക്ഷമായിട്ടോ ഉള്ള സഹായം ഇയാൾക്ക് ഈ സമയങ്ങളിൽ മുഴുവൻ ലഭിച്ചിരുന്നുവെന്നാണോ ഇപ്പോൾ NIA പറയുന്നത്? ക്രിസ്ത്യന സ്മിത, സവാദ് 8 വർഷക്കാലത്തിലധികം കണ്ണൂരിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞു. അതുകൂടാതെ കാസർഗോഡ് ജില്ലയിലും താമസിച്ചു. പിന്നീട് മംഗലാപുരത്തിനടുത്ത സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചു. അതായത് ഈ 13 വർഷക്കാലം ഈ കേസിൽ, ഇതുപോലൊരു പ്രധാനപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഒളിവിലായിരുന്നു. അതിൽ സിംഹഭാഗവും കേരളത്തിൽ തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതായത് പോലീസിന്റെ ഇന്റലിജൻസിനും ഒക്കെ അക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന സംശയം പോലുമുണ്ട്. NIA ഏതായാലും ഇത് വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ NIA വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രാദേശികമായി വലിയ സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം സവാദ് കണ്ണൂരിൽ വളപട്ടണം മന്ന എന്ന് പറയുന്ന സ്ഥലത്ത് 5 വർഷത്തോളം താമസിച്ചു. അവിടെ ഒരു കടയിൽ ഒരു പഴക്കച്ചവടക്കാരനായി പ്രവർത്തിച്ചു കുറേ കാലം. അവിടെയും പ്രാദേശികമായി ചിലർ ഈ ജോലി തരപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം മരപ്പണി പഠിക്കാൻ പോയി. പഠിച്ചതിന് ശേഷം ഒരു കരാറുകാരന് കീഴിൽ തുടർച്ചയായി ജോലി ചെയ്യാൻ അവസരമൊരുക്കി. അതും SDPIയുടെ പ്രാദേശിക നേതാവാണ് അവസരമൊരുക്കി കൊടുത്തത്. ഈ കരാറുകാരനും SDPIയുടെ അനുഭാവിയും പ്രവർത്തകനുമാണ്. പിന്നീട് ഇരിട്ടിക്കടുത്ത വിളക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് 2 വർഷം താമസിച്ചത്. 1 വർഷത്തിലധികമായി മട്ടന്നൂർ ബേരം എന്ന് പറയുന്ന സ്ഥലത്തും താമസിച്ചു. അവിടെ നിന്ന് സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ നിൽക്കവെയാണ് NIA സംഘം കൃത്യമായി ആസൂത്രണത്തോടുകൂടി എത്തുകയും സവാദിനെ വലയിലാക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ഈ ഇടങ്ങളിലെല്ലാം പ്രാദേശികമായി വലിയ സഹായം ലഭിച്ചു. ഈ വർക്ക് സൈറ്റിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആ നമ്പർ ഉപയോഗിച്ച് പലപ്പോഴും സവാദ് ആശയവിനിമയം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം നമ്പറുകൾ, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ പണി സൈറ്റുകളിലെല്ലാം ഉണ്ടാകും. അവരുടെ നമ്പറുകൾ തന്ത്രപരമായി അവരുടെ ഫോണുകൾ വാങ്ങിയെടുത്താണ് പലയിടത്തും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതായത് സവാദിന് വേണ്ട സഹായങ്ങൾ ലഭ്യമാകേണ്ട ഇടങ്ങളിലൊക്കെ ആ ഫോൺ നമ്പറുകളിലേക്കൊക്കെ സവാദ് ഈ തരത്തിലാണ് ഫോൺ വിളി നടത്തിയിട്ടുള്ളത്. ഒപ്പം ഭാര്യയുടെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ചും തുടർച്ചയായി ആശയവിനിമയം നടത്തി. വിവാഹത്തിന് ശേഷം, അതിനു മുൻപ് പലതരത്തിൽ സവാദ് മറ്റു പല ആളുകളും തരപ്പെടുത്തി കൊടുത്ത സിം കാർഡുകൾ ഉപയോഗിച്ചാണ് ഫോൺ വിളിച്ചത്. ഇതെല്ലാം ഇതിൽ പല പിടിയിലാകുമ്പോൾ ഈ കൈവശമുണ്ടായിരുന്ന ഫോണുകളും സിം കാർഡുകളും NIA പിടികൂടിയിട്ടുണ്ട്. സഹായിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഡിജിറ്റൽ രേഖകളിൽ നിന്ന്, അതായത് ഫോൺ കോൾ റെക്കോർഡ് ഒഴികെ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ച് സഹായികളിലേക്ക് എത്താൻ കഴിയും. അതായത് ഇദ്ദേഹം ഒളിവിൽ താമസിച്ച മിക്കയിടങ്ങളിലും SDPIക്ക് നേരത്തെ നിരോധിത സംഘടന നിരോധിക്കപ്പെടുന്നതിന് മുൻപ് പോപ്പുലർ ഫ്രണ്ടിനൊക്കെ വളരെ ശക്തിയുള്ള കേന്ദ്രങ്ങളായിരുന്നു. അവിടെയാണ് തുടർച്ചയായി പ്രാദേശിക സഹായങ്ങൾ ലഭ്യമായത്. ഇത്രയും സ്ഥലങ്ങളിൽ തുടർച്ചയായി ഇങ്ങനെ മാറി മാറി താമസിച്ചു. അവിടെയൊക്കെ സവാദ് ഷാജഹാൻ എന്ന പേരാണ് നൽകിയത്. ഏറ്റവും ഒടുവിൽ ഇവിടെ ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർത്തിരിക്കുന്നത് സവാദ് എന്ന് തന്നെയാണ്. ഒപ്പം കുട്ടിയെ സ്കൂളിൽ ചേർത്തപ്പോഴും, മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർത്തപ്പോഴും പേര് അതുവരെ എല്ലാവരോടും പറഞ്ഞിരുന്നത് ഷാജഹാൻ എന്നാണ്. ഈ സവാദ് എന്ന പേര് എല്ലായിടത്തും മറച്ചു. അതേസമയം ഈ ഭാര്യാപിതാവിൻ്റെ ഒരു വിശദീകരണമുണ്ട്. തങ്ങൾക്ക് അറിവില്ലായിരുന്നു, മകൾക്കും അറിവില്ലായിരുന്നു എന്നതാണ്. പക്ഷേ അത് ഇപ്പോൾ NIA വിശ്വാസത്തിലെടുക്കുന്നില്ല. ഈ കാര്യം സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹവും SDPIയുടെ പ്രവർത്തകനാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഭാര്യാപിതാവ് തന്നെ പറയുന്നുണ്ട്. വിവാഹം നടത്തിക്കൊടുത്തു. അതിനുശേഷം വിവാഹത്തിന് തൊട്ട് പിന്നാലെ വളപട്ടണത്തേക്ക് സവാദ് വീണ്ടും വരികയും അവിടെ താമസിക്കുകയായിരുന്നു. ഉള്ളാളിലെ ഒരു ദർഗയിൽ വെച്ച് പരിചയപ്പെട്ടു. അങ്ങനെ വിവാഹം നടത്തിക്കൊടുക്കുകയായിരുന്നു എന്നതാണ് ഈ ഭാര്യാപിതാവ് പറയുന്നത്. ഒപ്പം ഈ ഭാര്യയും കൊടുത്ത മൊഴി ഇതിനെ സംബന്ധിച്ച് തനിക്ക് വ്യക്തതയില്ല. ഭാര്യയുടെ അടക്കമുള്ള വിശദാംശങ്ങളും തിരിച്ചറിയൽ രേഖകളും ഒക്കെ NIA നേരത്തെ ഇവിടെ അറസ്റ്റിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സവാദിന്റെ ഭാര്യയിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. അവർ ഇപ്പോൾ കാസർഗോഡേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. ഈ ഭാര്യയും ഒപ്പം ഈ സഹായം നൽകിയിട്ടുണ്ട് എന്ന് ഇതിനകം കണ്ടെത്തിയ ഈ ഏറ്റവും ഒടുവിൽ പിടിയിലാകുമ്പോൾ അദ്ദേഹം ഒരു കരാറുകാരൻ്റെ കീഴിലാണ് മരപ്പണി ചെയ്തു വന്നിരുന്നത്. അയാളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് NIA ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സജോ ദേവസ്യാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.